സാരംഗ്, ഇതെന്താ ഇവിടെ വന്ന് തനിച്ചിരിക്കുന്നത്? ഇവിടെയാണ് നല്ലതെന്ന് തോന്നി. ഇവിടെയാവുമ്പോൾ മറ്റാരും കാണില്ലല്ലോ, പരിഹസിക്കില്ലല്ലോ. സാരംഗ്, എന്താ ഇത്? ഇത്രയുള്ളോ സാരംഗ് എന്ന് പറയുന്ന ബിസിനസ്മാന്റെ ചങ്കൂറ്റം? അടിക്കടി പ്രശ്നങ്ങളല്ലേ, എല്ലാവരും ഒന്നിച്ചു നിന്ന് തന്നെ തോൽപ്പിച്ച് കളയാണെന്നൊരു തോന്നൽ. ഒളിച്ചോടിയ ആ തോന്നല് മാറി കിട്ടുമോ? പിന്നെ ഞാൻ എന്താടോ ചെയ്യേണ്ടത്? എല്ലാ കോൺട്രാക്റ്റുകളും നഷ്ടപ്പെടുന്നു. പെട്ടെന്ന് ബിസിനസ് ലോകത്ത് ഒരു ഐത്തം സൃഷ്ടിച്ചതുപോലെ. ഞാനുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോലും ഒരാൾക്കും താല്പര്യമില്ല. എത്രയോ പേര് വീണുപോയ സ്ഥലമാണ്. അവരിൽ അവസാനത്തെ പേരുകാരനായി ഞാനും. ഇപ്പൊ എന്താ സാരംഗിന്റെ പ്രശ്നം? ഒന്നോ രണ്ടോ കോൺട്രാക്റ്റുകൾ നഷ്ടപ്പെട്ടു, ഒന്ന് രണ്ടു പേരുടെ ശത്രുത. ഇത് ഏത് ബിസിനസ്സുകാരന്റെ ജീവിതത്തിലാണ് സംഭവിക്കാത്ത? ഒന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. ഞാൻ മുമ്പിലേക്ക് വരാൻ പാടില്ലെന്ന് ആരൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. എന്താ പിന്നെ നെക്സ്റ്റ് പ്ലാൻ? പറയ്, അതൊന്ന് കേക്കട്ടെ. തോറ്റുപോയ സ്ഥലത്ത് പിന്നെ തുടരാൻ എനിക്ക് പറ്റില്ല. നമുക്ക് ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോവാം. സാരംഗ് ഒരു ഫ്രീ ബേർഡായിട്ട് ഒന്ന് പറന്നു നോക്ക്. സാരംഗിന് സാരംഗിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് സാരംഗിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ല. ഇപ്പോഴത്തെ നഷ്ടങ്ങളെല്ലാം സാരംഗ് മറികടക്കുന്ന എനിക്ക് 100% വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. എടോ, ആ, ഞാനും മക്കളും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഒരു പരാതിയോ പരിഭവോ എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഒരു തവണ കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചു നോക്കടോ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമുക്കെല്ലാം വെച്ച് അവസാനിപ്പിക്കാം. ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ട ആളല്ല എന്റെ ഭർത്താവ്. സാരംഗിന്റെ ബിസിനസിന്റെ തന്ത്രങ്ങളൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷെ സാരംഗിന്റെ കൂടെ ഒരു ജന്മം മുഴുവൻ എനിക്ക് നിൽക്കാൻ പറ്റും, എന്തും സഹിക്കാൻ പറ്റും. നമുക്കൊന്ന് ഫൈറ്റ് ചെയ്തൂടെ? യെസ്. ഒരുപക്ഷെ താൻ എൻ്റെ കൂടെ വന്നിരുന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു പോയനെ. പക്ഷെ ഇപ്പോ യു ആർ മൈ കറേജ്, സ്ട്രെങ്ത്. നമുക്കൊരു പിടിപിടിച്ച് നോക്കാല്ലേ? തോൽക്കില്ലടോ. തന്നെ പോലെ ഒരാൾ കൂടെയുള്ളപ്പോൾ സാരംഗിനെ തോൽക്കാൻ പറ്റില്ല. എന്താ സാരംഗ്? ഏയ്, ഒന്നുമില്ല. തന്നോടൊരു കാര്യം പറയണം തോന്നി. എന്താ? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെയാ. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു റിലാക്സ് ഫീൽ ചെയ്യുന്നു. താങ്ക് യു അഗൈൻ. കുറച്ചു മുമ്പ് ഒരു താങ്ക്സ് പറഞ്ഞതൊക്കെ ഓക്കെ. വീടിനകത്തെത്തിയിട്ടും ഇതൊക്കെ വേണോ? പലതവണയായിട്ട് താൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഡ്യൂട്ടിയിൽ ഒരിക്കലും താൻ വിട്ടുവീഴ്ച കാണിക്കില്ല എന്ന്. ഇപ്പം എനിക്കത് മനസ്സിലായി. ഇനിയിപ്പോൾ കിടന്നാ ഞാൻ നന്നായിട്ട് ഉറങ്ങും. ശരി, വേറെന്തെങ്കിലും? വേറൊന്നുമില്ല. സാരംഗ്, നാളെ രാവിലെ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ? എന്താ കാര്യം? മക്കളുടെ സ്കൂളിലൊന്ന് പോണായിരുന്നു. നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയാൽ നല്ലതാ. പോവാടോ, തീർച്ചയായിട്ടും പോവാം. താങ്ക് യു. വീടിനകത്തൊരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ലെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിപ്പോയെന്ന് വിളിച്ചേക്കണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.
എന്താ അമ്മേ? അച്ഛനെന്താ പറഞ്ഞേ? അച്ഛന്റെ പിണക്കം മാറിയോ? അറിയില്ല. പക്ഷേ അച്ഛനെന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അമ്മയോട് സ്നേഹത്തോടെയാണോ സംസാരിച്ചേ? ഉം. അപ്പൊ പിന്നെ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉറക്കം കളയാൻ നിൽക്കണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. അമ്മ അടക്കുന്നില്ലേ? അമ്മ കിടന്നോളാം. മോനെ ഉറങ്ങിക്കോ. നേരെയാണോ? കുറച്ച് ലെഫ്റ്റ്. ആ ആ, ഓക്കെ. എന്നിട്ട് പറ, ഇതൊക്കെ മൈഥിലി തന്നെ വിളിച്ച് പറഞ്ഞാണോ? പിന്നെ പറയാതെ, എനിക്കെന്താ ദിവ്യ ദൃഷ്ടിയുണ്ടോ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ? വലിയൊരു വീഴ്ച വന്നപ്പോ മൈഥിലിയുടെ വില സാരംഗ് തിരിച്ചറിഞ്ഞെന്നാ ഞാൻ കരുതുന്നേ. ഉം, മൈഥിലി അത്ര ആശ്വസിപ്പിച്ചതുകൊണ്ടല്ലേ സാരംഗ് പാതിരാത്രി ഇറങ്ങിച്ചെന്ന് വീണ്ടും താങ്ക്സ് പറഞ്ഞത്. അത് ശരിയാ. എന്നാലും മൈഥിലിയെ സമ്മതിക്കണം. എങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ടും സാരംഗിനൊരു ആവശ്യം വന്നപ്പോ ചാടിയിറങ്ങി പുറപ്പെട്ടില്ലേ? പിന്നെ ഭാര്യമാരെ കുറിച്ച് എന്താ കരുതിയേ? ഞങ്ങൾ നിങ്ങളോട് മുഖം വീർപ്പിച്ചിരിക്കും, ചിലപ്പോ കുത്തുവാക്കുകൾ പറയും, ചിലപ്പോ വഴക്കിടും. പക്ഷേ ഭർത്താവ് തളർന്നിരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, അത് താങ്ങാൻ ഒരു ഭാര്യയ്ക്കും കഴിയില്ല. പ്രത്യേകിച്ച് മൈഥിലിയെ പോലെ ഒരാൾക്ക്. എന്തായാലും നന്നായി. ആ മാനേജർ കുറച്ച് പണവും കൊണ്ട് പോയാലും അതിന്റെ പേരില് സാരംഗ് മൈഥിലി ഒരുമിച്ചല്ലോ. അപ്പൊ ഇനി ഒരുമിച്ചു എന്ന് വിശ്വസിക്കാവോ? ഇനി എന്തിനാ സംശയിക്കുന്നത്? രാവിലെ തന്നെ മൈഥിലിയും കൂട്ടി കുട്ടികളുടെ സ്കൂളിൽ പോയിരിക്കുക. അതൊരു നല്ല സൂചനയല്ലേ? തീർച്ചയായിട്ടും. പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി അവര് നന്നായിട്ട് ജീവിക്കട്ടെ. എന്തൊക്കെയായാലും നമുക്ക് ആകെയുള്ള ചങ്ങാതിമാരാ. അവരിരുവഞ്ചിയിലെ യാത്രക്കാരാവണ്ട. ഒന്നിച്ചങ്ങ് തുഴയട്ടടോ. സാരംഗ് മൈഥിലിയും ഇനി ഒരു കുഴപ്പമില്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാല് എന്നെങ്കിലും ഒരിക്കൽ ഞാൻ സാരംഗിനോട് ചോദിക്കും, അയാൾ ഇങ്ങനൊരു ക്രൂരത ചെയ്യാനുള്ള കാരണം എന്താണെന്ന്. ഒന്നും ഉണ്ടാവില്ലടോ. ഊതി വീർപ്പിച്ച ചെറിയൊരു പ്രശ്നം. ഞാൻ തന്നെ സംശയിച്ചില്ലേ? അതുപോലെ എന്തെങ്കിലും ഒരു വൃത്തികെട്ട തോന്നലായിരിക്കും. സാരംഗ് എന്തായാലും ഇനി മൈഥിലിയെ സംശയിക്കില്ല. അക്കാര്യത്തിൽ മൈഥിലിയെ പോലൊരു പെർഫെക്റ്റ് ലേഡിയെ കണ്ടുകിട്ടാൻ പ്രയാസം. ഓ, ഞാൻ മറന്നു. മൈഥിലി നമ്മുടെ റോൾ മോഡലാണല്ലോ. നല്ലത് കണ്ടാലേ അടുത്തറിയുന്നത് കൊണ്ടും അനുകരിക്കുന്നത് കൊണ്ടും എന്താ കുഴപ്പം? അയ്യോ, ഒന്നുമില്ലേ. എന്തായാലും താൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ മൈഥിലി ഒന്ന് വിളിക്ക. ഡീറ്റെയിൽസ് അറിയാലോ. ഇന്നലത്തെ ആളല്ല ഇപ്പൊ സാരംഗ്. പഴയ ഫ്രഷ്നെസ് ഒക്കെ തിരിച്ചു വന്നു. ഒരു തീരുമാനത്തിലെത്താനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഇന്നലത്തെ പ്രശ്നം. പക്ഷെ വൺസ് അത് ഡിസൈഡ് ചെയ്തപ്പോൾ പിന്നെ ഒരു പ്രോബ്ലവും ഇല്ല. മക്കളുടെ ടീച്ചേഴ്സിനൊക്കെ വലിയ സന്തോഷമായി. കുറെ നാളായല്ലോ നമ്മളെ ഒരുമിച്ച് കണ്ടിട്ട്. ഓഡിറ്റോറിയം ഫണ്ടിന്റെ കാര്യം പ്രിൻസിപ്പൾ ഒന്ന് സൂചിപ്പിച്ചു. നമുക്കൊരു നല്ല തുക കൊടുക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ സാരംഗിന്റെ ഇഷ്ടം. ആ പിന്നെ സ്റ്റെഫി മിസ് പറഞ്ഞ കാര്യം കേട്ടല്ലോ അല്ലേ? ഒരുപാട് ചേഞ്ചസ് വരുന്ന പ്രായമാണ് യാമിയുടെ. സത്യത്തില് ഇപ്പോഴാണ് പ്രോപ്പറായ ഒരു ഗൈഡൻസ് വേണ്ടത്. അവളെ സാരംഗ് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാ നല്ലത്. ഓക്കെ, ഞാൻ പറയാം. ആ പിന്നെ സാരംഗ് ഇന്നലെ എന്നോട് പറഞ്ഞതുപോലെ തിരിച്ചൊരു താങ്ക്സ് എനിക്കും പറയാനുണ്ട്. എന്തിന്? കുറച്ച് നല്ല നിമിഷങ്ങൾ എനിക്ക് തന്നതിന്. ഇനി ഒരിക്കലും ഇതുണ്ടാവില്ല എന്ന് ഞാൻ കരുതിയതാ. ഈ കുറച്ചു നേരം സാരംഗിനോടൊപ്പം യാത്ര ചെയ്യും ഒപ്പം നടക്കുകയൊക്കെ ചെയ്ത നിമിഷങ്ങള് എനിക്ക് എത്ര വാല്യുബിൾ ആണോ. സാരംഗ് അച്ഛനമ്മമാരോട് പറഞ്ഞതോ സാരംഗിന്റെ ഉറച്ച തീരുമാനമോ അതൊന്നും ഞാൻ മറന്നുപോയിട്ടില്ല. നല്ല രണ്ട് സുഹൃത്തുക്കള് ഒരുമിച്ച് നടക്കുമ്പോഴുള്ളൊരു സുഖമില്ലേ, അങ്ങനെയാ. എടോ, തനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? പോണം. ആ വേറൊരു വിശേഷം കൂടി ഉണ്ട്. ആ കുട്ടിയില്ലേ സ്നേഹ, അവളുടെ ബർത്ത്ഡേ എന്ന്. എനിക്കൊന്ന് അങ്ങോട്ട് പോണം. ഓക്കെ,
സന്തോഷമുള്ള ചടങ്ങുകളിൽ ചെന്ന് നിൽക്കുന്നത് മനസ്സിന് നല്ലതാ. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കങ്ങനെയൊന്നുമല്ല തോന്നുന്നത്. നമ്മളെ തന്നെ ദുഃഖത്തിൽ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഏത് ചടങ്ങിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരു പ്രയോജനമില്ല. എനിവേ, ഇന്ന് സ്നേഹയുടെ ബർത്ത്ഡേക്ക് ഞാൻ സന്തോഷത്തോടെ ആയിരിക്കും ചെന്ന് നിൽക്കുക. അതിന്റെ കാരണം സാരം കാണും. നമുക്ക് തിരിച്ചു പോയാലോ? ആയിക്കോട്ടെ. കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ലടോ. താൻ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പിയാ. ഒരു വലിയ പതനത്തിന് ശേഷമുള്ള ഒരു ഹാപ്പി. അമ്മയും അച്ഛനും ഒന്നിച്ചായിരുന്നു സ്കൂളിൽ വന്നത്. തിരിച്ചു പോയതും അവരൊരുമിച്ചാ. എന്നിട്ട് ഇന്നലെ അമ്മ അച്ഛൻ്റെ ഓഫീസിൽ പോയിരുന്നു. കുറെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒപ്പാ തിരിച്ചു വന്നത്. അപ്പം മുതൽ അച്ഛനെന്തോ മാറ്റം ഉണ്ടായിരുന്നു. അവരിന്നലെ അധിക നേരം സംസാരിച്ചു. ഉവ്വ്. നല്ല രാത്രിയായിട്ടും അച്ഛൻ എഴുന്നേറ്റ് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ അമ്മ വീണ്ടും അച്ഛനെ പറ്റിച്ചു തുടങ്ങി. ഞാൻ അച്ഛനോട് ചോദിക്കണോ? വേണ്ട. പക്ഷേ അമ്മയെ ശ്രദ്ധിക്കണം. അമ്മയുടെ കള്ളത്തരങ്ങൾക്ക് അച്ഛനെ കാവൽ നിർത്താൻ അമ്മ ശ്രമിച്ചാൽ മോള് വിട്ടുകൊടുക്കരുത്. മോളുടെ അമ്മ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാ. അത് പുറത്തു കൊടുക്കരുത്. അച്ഛനോട് സംസാരിച്ച പോലെ എന്നോട് സംസാരിക്കാൻ വന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇപ്പൊ കണ്ടതിൽ കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ അച്ഛനിൽ ഉണ്ടെങ്കിൽ കുട്ടിച്ചനെ വിളിച്ച് പറയണം. ഞാൻ പറയാം അപ്പൂപ്പ. ഇനി അച്ഛനോട് അമ്മ കൂട്ടായി കഴിഞ്ഞാ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടായിരിക്കും. അതൊന്നും മോള് കാര്യമാക്കണ്ട. മോളുടെയും അച്ഛന്റെയും കൂടെ നടക്കാനുള്ള യോഗ്യത മോളുടെ അമ്മയ്ക്കില്ല. അച്ഛനെ അമ്മയോട് അടുക്കാൻ മോള് സമ്മതിക്കരുത്. അവിടെയാണ് നിന്റെ മിടുക്ക്. എന്നാ പിന്നെ മോള് ചെല്ല്. ശരി അപ്പൂപ്പ. വാടാ. ഗംഭീര ഒരുക്കങ്ങളാണല്ലോ. ഞങ്ങള് വൈകിയില്ലല്ലോ. ഇല്ലില്ല, നിങ്ങൾ തന്നെയാണ് വിശേഷപ്പെട്ട ഗസ്റ്റുകൾ. നിങ്ങൾ എപ്പോ വരുന്നോ അപ്പോഴാഘോഷം. എടോ, കുറച്ചു മുമ്പ് ഇറങ്ങാം. ഇവിടെ വന്ന് ഈ അലങ്കാര പണികളിലും നമുക്ക് കൂടി പങ്കെടുക്കാൻ ഞാനും അവനോട് 100 വട്ടം പറഞ്ഞതാ. ഇറങ്ങണ്ടേ? ഞാനാണ് ഇറങ്ങാൻ താമസിച്ചത്. അനാഥാലയത്തിലുള്ള ആളുകൾ വന്നിട്ട് ഫാദറല്ലേ അവരോട് സംസാരിച്ചിരുന്നത്. എടാ, ഞാൻ സംസാരിച്ചിരുന്നോ താമസിച്ചൊക്കെ ശരി. നിനക്ക് കുറച്ച് മുമ്പേ വന്നൂടെ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നില്ല. തർക്കം വേണ്ട ഫാദർ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ചെയ്തു തീർത്തപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ആനന്ദം. കാലം കുറച്ചായി അവളുടെ ഒരു ബർത്ത്ഡേക്ക് ഞാൻ നാട്ടിലുണ്ടായിട്ട്. ഇതിപ്പോ ഇങ്ങനെ അങ്ങ് സന്തോഷമായിട്ട് കൂടാൻ പറ്റിയല്ലോ. മൈഥിലി മാം വന്നു തോന്നുന്നു. ഓഹോ, നീ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല മാം, ഞാനും ഫാദർ ഇപ്പൊ വന്നേ ഉള്ളൂ. വരൂ. വരൂ. എവിടെ ബർത്ത്ഡേ ഗേൾ? കുറച്ചധികം സമയമായി. ആ ഡോർ ക്ലോസ്ഡ് ആണ്. ഇനി ഏത് കണ്ടീഷനിൽ പുറത്തിറങ്ങി വരുമെന്ന് എനിക്കറിയില്ല. ആകെ നമ്മൾ കുറച്ചു പേരല്ലേ ഉള്ളൂ. പിന്നെ അയാൾ എന്തിനാ ഇത്രയ്ക്ക് ഒരുങ്ങുന്നത്? എടാ മോനെ, ഇതിപ്പോ നമ്മള് 3-4 പേരല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ആരും ഇല്ലാന്ന് കരുതാ. എന്നാലും പെണ്ണുങ്ങള് അവർക്ക് വേണ്ട സമയമെടുത്ത് അവർക്ക് തൃപ്തിയായ രീതിയിൽ ഒരുങ്ങിയിട്ടേ വരൂ. അല്ലേ മൈഥിലി?
എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. ഓ ആ വാ 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 ദേ, ഇതങ്ങ് പിടിച്ചേ. ഇത് ഫാദറിന്റെ വകയാണേ. ഹാപ്പി ബർത്ത്ഡേ. ആ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മുഹൂർത്താവുമ്പോഴേ മാമതയില് തിരക്ക് പറയുമെന്ന് പേടിച്ചു ഞാൻ. ഇതെന്തായാലും ഞാൻ ഒഴിവാക്കില്ല. ബർത്ത്ഡേക്ക് വരാതിരുന്നാലേ നീ പിന്നെ അരുണിനെ എന്റെ അടുത്തുനിന്ന് അകറ്റും. അതെനിക്ക് വലിയ നഷ്ടാവും. അരുൺ ഒരു മിനിറ്റ്. ചെല്ലടാ. ആ അവരവരുടെ വഴി. എന്നാ നമുക്ക് ഇങ്ങോട്ടിരിക്കാം. എന്താടോ? നാളെ ലീവല്ലേ? ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ലീവാണ്. ഞാൻ മാമിനോട് കള്ളോ പറഞ്ഞേക്കുന്നു. എന്ത് കള്ളം? അതെ, അച്ഛൻ്റെ നാട്ടിലേക്ക് പോകണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാ സമ്മതിച്ച്. ഫാദർ എപ്പോഴാ പോകുന്നത്? എങ്ങോട്ട്? നാളെ നാട്ടിലേക്ക് പോവല്ലേ? അരുൺ പറഞ്ഞിരുന്നല്ലോ എന്നോട്. നാളെ നാട്ടിലേക്ക്? അമ്മേ മാം, അതെ നാളെ ഫാദർ വരുന്നില്ല, ഞാൻ തനിച്ചാ പോകുന്നത്. ഫാദർ തന്നെയല്ലേ പറഞ്ഞ് ആ സൂലാണ്ട് കിടക്കണ കുട്ടിയമ്മേരുടെ അടുത്ത് തന്നെ പറഞ്ഞു വിടാന്ന്. അവരോട് വാക്കും കൊടുത്ത് വന്നിട്ടേ ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ ഇരിക്കുവല്ലേ. ഓ കുട്ടിയമ്മ നാളെ നാട്ടിലേക്ക്. ആ മനസ്സിലായി. ഇവനെ പറഞ്ഞുവിടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ സത്യത്തിൽ അതങ്ങ് മറന്നു പോയതാ മൈഥിലി. ഫാദർ ഒരു വാക്ക് കൊടുത്തിട്ട് അത് ഞാൻ പാലിക്കണ്ടേ? അവരത് പ്രതീക്ഷിച്ചിരിക്കില്ലേ? യഥാർത്ഥത്തിൽ ഞാൻ വിട്ടുപോയതാ മൈഥിലി. ഇവനെ പറഞ്ഞു വിടാണ്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിക്കല്ലേ? വരട്ടടോ, എന്തിനെത്ര തിരക്ക്? എന്തായാലും നമ്മളെല്ലാവരും മറ്റു തിരക്കുകളൊന്നും ഇല്ലാതെ ഇവിടെ തന്നെയുണ്ട്. ആ എല്ലാം സാവകാശം മതി. അതാ അതിന്റെ ശരി. ഹലോ അപ്പൂപ്പ. ആ യാമി മോളെ, എന്തെടുക്കാ മോളെ? ഞാൻ പഠിക്കാ. യദുവും പഠിക്കാ. അമ്മ വീട്ടിലുണ്ടോ? ഇല്ല. പിന്നെ അപ്പൂപ്പനെ മോളോടൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ? മക്കള് രണ്ടുപേരും എപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അമ്മയ്ക്ക് എന്ത് സങ്കടം വന്നാലും നിങ്ങൾ അമ്മയെ ആശ്വസിപ്പിക്കണം. അച്ഛന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ... അച്ഛന്റെ ഭാഗത്ത് എന്ത് തെറ്റ്? അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൂപ്പൻ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ല മോളെ. വീട്ടിലെ പ്രശ്നങ്ങളുടെ കാരണം അച്ഛനല്ലാതെ നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് മോൾക്ക് തോന്നിയോ? എനിക്കറിയില്ല എന്ന് കരുതി അച്ഛൻ ആരും ഒന്നും പറയണ്ട. അത് അമ്മയായാലും ശരി, അപ്പൂപ്പനായാലും ശരി. നീ എന്തിനാ അപ്പൂപ്പനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ മിണ്ടായിരിക്കെ. മക്കളെ, നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. വേണ്ട വേണ്ട വേണ്ട, അപ്പൂപ്പൻ പിന്നെ വിളിച്ചോളാം. വിളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അച്ഛനെ കുറ്റം പറയാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വിളിക്കണ്ട. ശരി. അപ്പൂനോട് അങ്ങനെയൊക്കെ പറയാ ആരാ പറഞ്ഞേ? എന്താ പറഞ്ഞാല്? നീ നിന്റെ പണി നോക്ക്. അപ്പൂനെ വിളിച്ച് സോറി പറ. എനിക്ക് പറ്റില്ല. പറയാനല്ലേ പറഞ്ഞേ? നിന്നെ വിളിക്കുമ്പോ നീ പറ. എനിക്ക് പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? എന്താ നീ കാണിച്ചേ?